ആരാധനാക്രമത്തിൽ സമവായമോ? കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യം. തിരുസഭയുടെ ഒന്നാമത്തെ കൽപ്പന ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണമെന്നാണ്. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത്. ഈ മുഴുവൻ കുർബാന എന്താണ്? സഭയുടെ സിനഡ് അംഗീകരിച്ച പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച കുർബാനയിൽ ആദ്യം മുതൽ അവസാന ആശീർവാദം വരെ പങ്കെടുക്കുക എന്നതാണ്. പിന്നെ എങ്ങനെയാണ് സമവായത്തിലൂടെ കടമുള്ള ദിവസങ്ങളിൽ ഒരു കുർബാന ഏതേലും സമയത്ത് അർപ്പിക്കുന്നതിൽ പങ്കെടുക്കുന്നത്? ആ ദിവസം അർപ്പിക്കുന്ന അസാധു കുർബാനയിൽ പങ്കെടുക്കുന്നവർ പാപത്തിൽ വീഴുകയില്ലേ? മറ്റു ദിവസങ്ങളിൽ ഈ അസാധു കുർബാന സമവായത്തിലൂടെ സാധുവാകുമോ? കൊലപാതകം ചെയ്യുന്നതിനും വ്യഭിചാരം ചെയ്യുന്നതിനും എന്തെങ്കിലും ഇളവ് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ? ഒന്നും നടക്കില്ല. തട്ടിൽകൂട്ട് പരിപാടി ഉള്ളിടത്തോളം കാലം ഇവിടെ ഈ വൈദിക വേഷക്കാർ നന്നാവുകയില്ല. സിനഡും ഒന്നും ചെയ്യില്ല. സിനഡ് എന്ന് പറയുന്ന സംവിധാനം കേവലം മെത്രാൻ ഉൽപാദക സംഗമം മാത്രമാണ്. ഇടയ്ക്ക് വട്ടം കൂടിയിരുന്ന് അണ്ടിപ്പരിപ്പ് കഴിച്ച് പുതിയൊരു മെത്രാനെ പ്രഖ്യാപിക്കും. അതല്ലാതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ രൂപതയിലെ പ്രശ്നങ്ങളെ കുറിച്ച് എന്ത് ക്രിയാത്മകമായ നിലപാടാണ് മറ്റു മെത്രാന്മാർ എടുത്തിരിക്കുന്നത്? മറ്റു ബിഷപ്പുമാർക്ക് എറണാകുളത്തെ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകണമെങ്കിൽ ചില മെത്രാ ആസനങ്ങൾ ചൂടുപിടിക്കണം. അച്ഛന്മാരെ 3 വർഷം കൂടുമ്പോൾ ഇടവക മാറ്റുന്ന പോലെ മെത്രാന്മാരെ 5 വർഷം കൂടുമ്പോൾ സ്ഥലം മാറ്റണം. കാരണം ചില മെത്രാന്മാർ സ്വന്തം ലോകത്തേക്ക് മാത്രം നോക്കി ജീവിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. പണ്ട് വൈദേശിക ആധിപത്യ കാലത്ത് ഇവിടെ തദ്ദേശീയരായ മെത്രാന്മാരെ വിശ്വാസികളായ നമ്മുടെ മുൻ തലമുറക്കാർ വാഴിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടി വരും. കാരണം നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടിയുള്ള മെത്രാന്മാരെ നമുക്ക് വേണ്ട. ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ വിശ്വാസികൾ തന്നെ കഴിവും ആത്മീയതയുമുള്ള വൈദികരെ കണ്ടുപിടിച്ച് മെത്രാന്മാരായി വാഴിക്കുക തന്നെ ചെയ്യും. ചുരുങ്ങിയ പക്ഷം ഗുണ്ടാ വൈദികൻ ജെറിൻ പാലത്തിങ്കലിനെ ഒന്ന് സസ്പെൻഡ് എങ്കിലും ചെയ്യാൻ രൂപതാ ഭരണകൂടത്തിന് കഴിയില്ലേ? ഇവരെയൊക്കെ വെച്ച് സഭ മുന്നോട്ട് കൊണ്ടുപോയാൽ എല്ലാം തകിടം മറിയും. ഇവർ നിരങ്ങിയ പള്ളികളിലും സ്ഥാപനങ്ങളിലും വിശദമായ ഒരു ഓഡിറ്റിംഗും നടത്തി കൈയിട്ട് വാരകളും വെട്ടിപ്പും നടത്തിയത് കണ്ടുപിടിച്ച് വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഇത് സഭാ അധികാരികളും കൂരിയായി ശ്രദ്ധിക്കണം.